ഹായ്. വളരെ വേഗം പ്രൊമോഷനുകൾ നേടിയെടുക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്കറിയാമോ? അതുപോലെ അർഹതയുണ്ടായിട്ടും പ്രൊമോഷനുകൾ വളരെ ഡിലേ ആവുന്ന മറ്റൊരു വ്യക്തിയെയും നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം. എന്തായിരിക്കും ഇവർ തമ്മിലുള്ള വ്യത്യാസം? നമുക്കൊന്ന് പരിശോധിച്ചാലോ? അതായത് വളരെ വേഗം പ്രൊമോഷനുകൾ നേടിയെടുക്കുന്ന വ്യക്തിക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നുള്ളത് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്? അത് മനസ്സിലാക്കിയെടുത്താൽ നിങ്ങളുടെയും കരിയർ വളരെ വേഗം പുരോഗമിപ്പിക്കാം. എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഒരു കമ്മ്യൂണിക്കേഷൻ മറ്റൊരു വ്യക്തിയിലേക്ക്, അതായത് ഒരു ആശയം മറ്റൊരു വ്യക്തിയിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ആ കഴിവിനെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ആ കഴിവുള്ള വ്യക്തിയെ മറ്റുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ പെട്ടെന്ന് വളരെ വേഗം വിശ്വാസത്തിലെടുക്കാനും അദ്ദേഹത്തിന് എത്രമാത്രം കഴിവുകളുണ്ട് എന്ന് ബോധ്യം വന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അടുത്ത പ്രൊമോഷൻ കൊടുക്കാനും ഇടയാവുന്നതാണ്. അതേസമയം തന്നെ മറ്റ് ഹാർഡ് വർക്കായ വ്യക്തി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണിക്കണമെങ്കിൽ ഒരുപാട് സമയം വർക്ക് ചെയ്യേണ്ടതായിട്ടും ഒരുപാട് കാലങ്ങൾ കഴിയേണ്ടതായിട്ടും വരുന്നു. അപ്പോൾ ഇത് സ്വായത്തമാക്കിയാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നുള്ളതും അതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടന എങ്ങനെയാണെന്നുള്ളതും വളരെ വേഗം നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, കമ്മ്യൂണിക്കേഷന് 3 ലെവലുകളാണുള്ളത്. അതായത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് 3 ലെവലുകളാണുള്ളത്. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി പ്രിസൈസ്, അതായത് വ്യക്തത ഉണ്ടായിരിക്കണം. 2, കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി കൺസൈസ്, അഥവാ ചുരുക്കി പറയണം. 3, കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി വാംത്ത്, അഥവാ ഊഷ്മളത ഉണ്ടായിരിക്കണം. വളരെ വേഗം ഒരു ഉദാഹരണം പറയാം. ഞാൻ ദുബായിൽ താമസിക്കുന്നു. ഷാർജയിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ അടുത്ത ആഴ്ച നാട്ടിൽ പോകുന്നുണ്ട്. നാട്ടിൽ പോകുമ്പോൾ കുറച്ച് ലഗേജുകൾ തരാമെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനോട് എൻ്റെ ട്രാവലിങ്ങിനെ പറ്റി അറിയിക്കുന്ന ഒരു മെസ്സേജ് ഞാൻ അയക്കുന്നു. ഹായ് മാജോ, ഞാൻ അടുത്ത ആഴ്ച നാട്ടിൽ പോകുന്നുണ്ട്. എൻ്റെ പറഞ്ഞ ലഗേജുകൾ തന്നാൽ ഞാൻ കൊണ്ടുപോകാം. അപ്പോൾ മാജോ എന്നോട് ചോദിക്കുകയാണ്, ഹായ് ബെന്നി, നീ എന്നാണ് നാട്ടിൽ പോകുന്നത്? അപ്പോൾ ഞാൻ ആദ്യം ഡേറ്റ് പറയുന്നു, 24th. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, നീ ഏത് എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്? ഷാർജയിൽ നിന്നാണ് പോകുന്നത്. നീ ഏത് സമയത്താണ് ഫ്ലൈറ്റ്? 4 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ അതായത് പുലർച്ചെ 4 മണിക്ക് ഫ്ലൈറ്റ്. അപ്പോൾ 2-3 ക്വസ്റ്റ്യനുകൾ മാജോന് തിരിച്ച് എന്നോട് ചോദിക്കേണ്ടി വരികയാണ്, ആ കാര്യം വ്യക്തമാകാനായിട്ട്. ഇതേ സമയം തന്നെ ഞാൻ അയക്കുന്ന ആ മെസ്സേജിൽ തന്നെ ഇത് ഉൾപ്പെടുത്താമായിരുന്നു. എങ്ങനെ? ഹായ് മാജോ, ഞാൻ 24-ാം തീയതി പുലർച്ചെ 4 മണിക്കുള്ള എയർ അറേബ്യ ഫ്ലൈറ്റിൽ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ നിനക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ലഗേജുകൾ തരാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ ആ ഒരൊറ്റ മെസ്സേജിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാണ്. അവന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിലുണ്ട്. പിന്നെ അടുത്ത കാര്യം, അതായത് പ്രിസൈസ് എന്ന് പറഞ്ഞ ആദ്യ ഘട്ടം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൺസൈസ് എന്നുള്ളതാണ്, ചുരുക്കി പറയണം എന്നുള്ളത്. ഈ പറഞ്ഞ ഈ മെസ്സേജിൽ വേറെ ഒരു വാചകം കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് എടുക്കാനോ ഇല്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അടുത്ത ഒരു പോയിൻ്റാണ് ലാസ്റ്റ് ആൻഡ് തേർഡ് വൺ, വാംത്ത് അഥവാ ഊഷ്മളത. എൻ്റെ ആദ്യം ഈ മെസ്സേജിൻ്റെ അവതരണം തന്നെ, അഥവാ ഈ വീഡിയോൻ്റെ അവതരണത്തിൽ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി തോന്നിയിരുന്നെങ്കിൽ, എന്താണ് ഈവൻ പറയാൻ പോകുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി തോന്നിയിരുന്നെങ്കിൽ അതിനെയാണ് വാംത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇവിടെ ചുരുക്കുന്നു. ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.